എന്താ അച്ഛാ? അതെ, അച്ഛനാകെ വീട്ടിലായിരിക്കുക. ആ ലോറി ആക്സിഡന്റ് കേസായി. പോലീസുകാർ നമ്മുടെ ലോറിയാണ് കണ്ണനെ തട്ടിയെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നമുക്കെന്തേലും കുഴപ്പമുണ്ടോ അച്ഛാ? കുഴപ്പമുണ്ടാവൂന്ന് ചോദിച്ചാ ഉണ്ണിയുടെ അമ്മാവനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ ഞാനിപ്പോ വരുന്നേ. കാറ് കണ്ണന്റെ അല്ലേ, അപ്പൊ വാമേട്ടൻ കേസില്ലെന്ന് പറഞ്ഞാലും പോലീസുകാർ അന്വേഷണം നടത്തൂ. കണ്ണൻ പറയണം കേസില്ലെന്ന്. മോളെ എങ്ങനെയെങ്കിലും ഉണ്ണിയെ കൊണ്ട് കണ്ണനോട് പറയിക്കണം കേസ് ഒഴിവാക്കാൻ. ഇനി ഇതിനു വേണ്ടി ഉണ്ണിയേട്ടൻ അയാളുടെ കാല് പിടിക്കണോ? മോളെ, കേസ് മുമ്പോട്ട് പോകാതിരിക്കാൻ ഉണ്ണിയും വേണ്ടി വന്ന മോളും അവന്റെ മുമ്പിലൊന്ന് താന്നു നിന്നേ പറ്റൂ. ഇതിപ്പോ വണ്ടി തട്ടി കണ്ണനൊന്നും സംഭവിച്ചില്ല. നമ്മൾ കുടുങ്ങാൻ ചെയ്തല്ലോ. അച്ഛൻ കാണിക്കുന്ന ഓരോരോ മണ്ടത്തരങ്ങള്. അതെന്താ മോളെ മോൾ അങ്ങനെ പറഞ്ഞേ? അന്ന് ഇങ്ങനൊരു സംഭവത്തെ പറ്റി പറഞ്ഞപ്പോ മോക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. കാലക്കേട്ടിന് നമ്മൾ ചിന്തിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. എങ്കിലും മോളെ ചിരിച്ച മോഹം കാണാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തേ? ശരി തന്നെയാ, ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു നോക്കാം. അയാളൊരു മൂർഖനാ കണ്ണൻ. അതിന്റെ കൂടെ അവളുടെ ഉപദേശം കൂടി ഉണ്ടെങ്കിലേ അയാള് കേസുമായിട്ട് മുന്നോട്ട് പോവും. അതിനിടയ്ക്ക് അവള് അങ്ങേരെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കാൻ വേണ്ടി വലിയൊരു നാട്ടുവൈദ്യനെ കാണാൻ പോയ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ. ഇനി ആ വൈദ്യന്റെ ചികിത്സയില് അയാൾക്ക് എന്തേലും മാറ്റം ഉണ്ടാവൂന്നാ എന്റെ പേടി. മോളെ, അങ്ങനൊരു പേടി നിനക്ക് വേണ്ട. ഇനി ഒരു കാരണവശാലും കണ്ണന് പഴയപടി എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. പിന്നെ മോക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന വാർത്ത അറിഞ്ഞതുകൊണ്ടുള്ള ലക്ഷ്മിയുടെ ഇളക്കം ഇത്. അവക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് അവള് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ മോളിങ്ങനെ ചൂട് പിടിപ്പിച്ച് നിർത്തണം. അപ്പോഴേ മോക്ക് അവളെ ജയിക്കാൻ പറ്റൂ. ഒരു കുഞ്ഞെന്നത് അവളുടെ സങ്കല്പം മാത്രാ, അതൊരിക്കലും യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല. അവളെ എല്ലാ കാര്യത്തിലും എന്നെ ജയിച്ചു, ഇതൊരെണ്ണം ഒഴിച്ച്. അതുകൊണ്ടൊക്കെ എന്റെ പേടി ഇനി കേസ് ബലപ്പിക്കാൻ അവള് പറയുമോന്ന്. ഉണ്ണി പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ മോളും കൂടെ ഈ കാര്യത്തിന് അവന്റെ മുന്നിലൊന്നും താന്നു നിന്നേക്കേ. കേസിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അവിടെ പിന്നെ ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇനി അയാളെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോറി കൊണ്ടുവന്ന് തട്ടിച്ചാണെന്ന് അയാള് സംശയിക്കൂ? അതിനുള്ള സാധ്യതയില്ല. അയാള് സംശയിച്ചില്ലെങ്കിലേ ചിലപ്പോ ലക്ഷ്മി അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ലോറി ഓടിച്ചിരുന്നത് അന്ന് ഞാനായിരുന്നില്ലല്ലോ മോളെ. ഓ, അന്നത്തെ ആ സംഭവത്തോടെ അയാളങ്ങ് പോയിരുന്നെങ്കിലേ ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഉണ്ണിയേട്ടനോട് കാര്യം പറയാം. അച്ഛന് ദോഷം വരുന്ന സംഭവമായി പോയല്ലോ. അത് പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ചെയ്തെടുത്തല്ലേ പറ്റൂ. ഓ